നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണമോഷണ കേസിൽ സഖാക്കളെ കള്ളന്മാരെന്ന് വിളിച്ച കോൺഗ്രസിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി. കേസിൽ പിടിയിലായ പ്രതികൾക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡുമായും ഉന്നത നേതാക്കളുമായുമുള്ള അവിശുദ്ധ ബന്ധം മുഖ്യമന്ത്രി നിരത്തി. രാജ്യത്തെ മുൻനിര നേതാക്കൾക്ക് പോലും കിട്ടാത്ത സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് സ്വർണ്ണക്കള്ളന്മാർക്ക് എങ്ങനെ കിട്ടിയെന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി പലതരത്തിലുള്ള ചിത്രങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് എന്റെ പേരും ഉപയോഗിക്കുന്നുണ്ടാകും, ചിത്രങ്ങളും വക്രീകരിച്ച് ഉപയോഗിക്കുന്നുണ്ടാകും. ശബരിമല വിഷയത്തിൽ കക്ഷി രാഷ്ട്രീയം കാണാതെ നിലപാടുകൾ സ്വീകരിച്ചപ്പോൾ ഏതെല്ലാം തരത്തിൽ LDFനെ മോശമായി ചിത്രീകരിക്കാം എന്നാണ് UDF ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായി അവർ വ്യാപകമായ പ്രചരണം നടത്തുന്നു, പാട്ട് പാടുന്നു, സഖാക്കളെ കള്ളന്മാർ എന്ന് വിളിക്കുന്നു. ഇങ്ങനെയെല്ലാമുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. ഇവിടെ ചില കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. ഇതൊന്നും പറയാൻ പറ്റുന്നതല്ല, എന്നാലും പറയാതിരിക്കാനും പറ്റില്ല. ഇങ്ങനെ പറയിക്കലാണോ പഴയ ആഭ്യന്തരമന്ത്രി ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. അദ്ദേഹം കൂടി താല്പര്യപ്പെടുന്ന കാര്യം ആയതുകൊണ്ടാണ് പറയുന്നത് നല്ലത്. സ്വർണ്ണക്കൊള്ള കേസിൽ നിലവിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം വിറ്റ ഗോവർദ്ധൻ എന്ന ബല്ലാരി സ്വദേശിയായ വ്യാപാരി, ഇവർ രണ്ടുപേരും സോണിയാഗാന്ധിയുമായി നിൽക്കുന്ന ചിത്രം പുറത്തായിട്ടുണ്ട്. ഒരു ചിത്രത്തിൽ ഗോവർദ്ധൻ എന്ന ഈ കേസിലെ പ്രതിയിൽ നിന്ന് സോണിയാഗാന്ധി ഉപഹാരം സ്വീകരിക്കുന്ന നിലയിലാണ്. രണ്ടാമത്തെ ചിത്രത്തിൽ കേസിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്തോ കെട്ടിക്കൊടുക്കുന്നതാണ്. ചിത്രത്തിൽ ശബരിമല ഉൾക്കൊള്ളുന്ന പത്തനംതിട്ട MP ആന്റോ ആന്റണിയും പത്തനംതിട്ട ജില്ലാക്കാരനും നിലവിൽ ആറ്റിങ്ങൽ MPയുമായ അടൂർ പ്രകാശും സോണിയാഗാന്ധിക്കൊപ്പം. രാജ്യത്തെ തന്ത്രപ്രധാന സുരക്ഷയുള്ള ഏതാനും ചിലരിൽ ഒരാളാണ് സോണിയാഗാന്ധി. അവരുടെ അപ്പോയിന്റ്മെന്റ് ലഭിക്കാനുള്ള കാലതാമസത്തെപ്പറ്റി ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ തന്നെ പരാതി പറഞ്ഞിട്ടുണ്ട്. ഇന്നും കേരളത്തിൽ ലീഡർ എന്ന വിശേഷണ പദത്തോടെ സാധാരണ കോൺഗ്രസുകാർ വിളിക്കുന്ന K കരുണാകരൻ പറഞ്ഞത് ഓർമ്മയില്ലേ? 2003 K കരുണാകരൻ അപ്പോയിന്റ്മെന്റ് ലഭിക്കാതെ കേരള ഹൗസിൽ താമസിക്കേണ്ടി വന്നതും പിന്നാലെ കേരളത്തിൽ മടങ്ങിയെത്തി നീരസം പരസ്യമാക്കിയതും നിങ്ങളിൽ ചിലർക്കെങ്കിലും ഓർമ്മ കാണുമല്ലോ. അസം മുഖ്യമന്ത്രിയും പഴയ കോൺഗ്രസ് നേതാവുമായ ഹിമന്ത ബിശ്വ ശർമ്മ ഗാന്ധി കുടുംബത്തിന്റെ അപ്പോയിന്റ്മെന്റിന് ശ്രമിച്ചതും മടുത്തപ്പോൾ BJPയിൽ ചേർന്നതും അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അരുണാചൽ പ്രദേശിലെ കോൺഗ്രസ് നിയമസഭാ കക്ഷി മുഴുവനായി BJP ആയി മാറിയതിന് പിന്നിലും ഈ അപ്പോയിന്റ്മെന്റ് ലഭിക്കാത്തതാണ് എന്ന വാർത്ത വന്നിരുന്നല്ലോ. രാജ്യത്തെ മുൻനിര കോൺഗ്രസ് നേതാക്കൾക്ക് പോലും എളുപ്പത്തിൽ ലഭിക്കാത്ത സോണിയാഗാന്ധിയുമായുള്ള അപ്പോയിന്റ്മെന്റ് ഈ സ്വർണ്ണക്കേസ് പ്രതികൾക്ക് എങ്ങനെ കിട്ടി? ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള പോർട്ടിക്കോയിൽ വെച്ചായിരുന്നു ഒരു കൂട്ടർ ശബരിമലയ്ക്ക് കൊടുക്കുന്ന ആംബുലൻസിന്റെ ഉദ്ഘാടനം നടത്തിയത്. അവിടെ ആൾക്കൂട്ടത്തിനിടയിൽ പോറ്റി ഉണ്ടായിരുന്നു എന്നും എന്റെ അടുത്തായിരുന്നു എന്നും പറഞ്ഞാണ് പ്രചരണം നടക്കുന്നത്. അതുപോലെ അല്ലല്ലോ ഇത്. ഒരു പൊതു ഇടത്തിൽ ഉണ്ടായിരുന്ന പോലെയല്ല അപ്പോയിന്റ്മെന്റ് എടുത്ത് കയ്യിൽ കെട്ടിക്കൊടുക്കുന്ന പോലുള്ള സംഭവം നടക്കുന്നത്. സോണിയാഗാന്ധിയുടെ വസതിയിൽ ഇവരെയും വിളിച്ചു കൊണ്ടുപോകാൻ മാത്രം അടൂർ പ്രകാശിനും ആന്റോ ആന്റണിക്കും തമ്മിൽ എന്ത് തരം ബന്ധമാണ് ഈ പോറ്റിയുമായും ഗോവർദ്ധനുമായും ഉള്ളത്? ഇത് അവരാണ് വ്യക്തമാക്കേണ്ടത്. UDF ഭരണകാലത്ത് ശബരിമലയിൽ നടന്ന പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഈ പോറ്റിയും ഗോവർദ്ധനും എങ്ങനെ പ്രധാന പങ്കാളികളായി? ഈ ചോദ്യങ്ങൾക്ക് പ്രതിപക്ഷ നേതാവോ മുൻ പ്രതിപക്ഷ നേതാവോ മറുപടി പറഞ്ഞിട്ടുണ്ടോ? ഈ ഭാഗങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് മറ്റ് പ്രചരണങ്ങൾ നടത്തുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? മുഖ്യമന്ത്രി ചോദിച്ചു.